ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടുന്നത്. നമ്മൾ ഇന്നത്തെ കിച്ചണറിയിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് ടൊറൻറ്റോയിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ മാമൻ, ഐശ്വര്യ, സാന്ദ്ര, സ്മൃതി 5 പേര് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം. ഈ തവണ വോയിസ് ഒക്കെ അപ്പാപ്പം എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ട്രൈ ചെയ്താൽ, പക്ഷേ നല്ലൊരു സൗണ്ട് കാരണം വീണ്ടും വോയിസ് ഓവറിലേക്ക് എത്തിയേക്കുവാണ്. നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു 3 കമ്പാർട്ട്മെൻറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഗ്രൗണ്ട്, പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ്, പിന്നെ ഒരു മേളിലൊരു ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഏറ്റവും മേളിൽ. നമ്മൾ അവിടെ ആയിരുന്നു ഇരുന്നത്. അത്യാവശ്യം ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കിച്ചണറിൽ നിന്ന് ടൊറൻറ്റോ വരെ പോയപ്പോൾ. ഓൾറെഡി ഇത് അവിടെ ഐശ്വര്യയും മാമനും സ്മൃതിയൊക്കെ ഇരിക്കുന്നുണ്ട്. സാൻഡ്രയാണ് നമുക്ക് വീഡിയോ ഒക്കെ അത്യാവശ്യം ഈ പ്രാവശ്യം കുറേ എടുത്തു തന്നത്. ഐശ്വര്യം എടുത്തു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ടൊറൻറ്റോ വരെ പോകാനായിട്ട് ഏകദേശം ഒരു 1 അവറൊക്കെയാണ് കാറിലാണ് എടുക്കുള്ളൂ. ട്രെയിനിലാവുമ്പോൾ അതൊരു 1.5 അവേഴ്സ് ഒക്കെ എടുക്കും. 1 അവറും 30 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അതുപോലെ നമുക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു $20 ഒക്കെയാണ് വരിക. അങ്ങനത്തെ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ട്രെയിൻ നമ്മുടെ കിച്ചണറിൽ നിന്ന് എടുത്തു. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ പുറത്ത് സ്നോ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല. കാരണം സ്നോ ടൈമിലാണ് പോയത്. അങ്ങനെ നമ്മൾ നീണ്ട ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ടൊറൻറ്റോ എത്തിയേക്കാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, അത്യാവശ്യം കുറേ ട്രെയിനുകൾ മേളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, ടൊറൻറ്റോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒൻറ്റാറിയോയുടെ ഒരു കാനഡയുടെ തന്നെ മെയിൻ ഒരു ലാൻഡ്മാർക്കാണ് ടൊറൻറ്റോ. അത്യാവശ്യം കുറേ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നല്ല അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുണ്ട്. ഞാൻ കുറേ ആലോചിച്ചു നമ്മുടെ സഞ്ചാരത്തിൽ പറയുന്ന പോലെയൊക്കെ ഒരു വോയിസ് ഓവറൊക്കെ കൊടുക്കണമെന്ന്. പക്ഷേ നടക്കുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഒറിജിനൽ വോയിസ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ യൂണിയൻ സ്റ്റേഷനിലേക്ക് എത്തുവാണ്. അതാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. യൂണിയൻ സ്റ്റേഷനിലെത്തി, സമയം ഇത്ര എടുത്തു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതൊന്നും ഈ പറയുന്ന സൗണ്ട് കാരണം നമുക്ക് റെക്കോർഡിങ് കറക്റ്റായിട്ട് കിട്ടിയില്ല. നമ്മളുടെ ഓരോ ട്രിപ്പിനും ഓരോ മോട്ടീവ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഇന്ന് വന്നത് മെയിനായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമാണ്. നമ്മളത് പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, പെട്ടെന്ന് ഉച്ചയ്ക്ക് ഡിസൈഡ് ചെയ്തു. നമ്മൾ 2:30 ട്രെയിൻ പിടിച്ചിട്ട് നേരെ ഇങ്ങ് വരുമായിരുന്നു. ഫുഡിൻ്റെ കേസിൽ ഞങ്ങൾക്ക് 5 പേർക്കും നല്ലൊരു വീക്ക്നെസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ടപ്പേന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളിത് യൂണിയൻ മാർക്കറ്റിൽ എത്തുമായിരുന്നു. ഇവിടെ എഴുതി വെച്ചേക്കുന്ന പോലെ തന്നെ ഈറ്റ്, ഷോപ്പ്, എക്സ്പ്ലോർ. ഇത് വളരെ കറക്റ്റാണ്. കാരണം നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഇവിടെ. നമ്മുടെ യൂണിയൻ മാർക്കറ്റ് വരുന്നത് യൂണിയൻ സ്റ്റേഷൻ്റെ ബേസ്മെൻറ്റിലാണ്. ഇവിടെ അത്യാവശ്യം കുറേ ഔട്ട്ലെറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ നമ്മൾ എവിടെയൊക്കെയോ പോയൊരു ഫീലായിരുന്നു. എന്തായാലും ഒരു നൈസ് എക്സ്പീരിയൻസ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് സാൻഡ്വിച്ചസ്, കുറച്ച് ബർഗേഴ്സ്, ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. പക്ഷെ നമ്മൾ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡേസി എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഔട്ട്ലെറ്റും കൂടെ കണ്ടു. നമ്മൾ പിന്നെ ഒന്നും നേരെ നോക്കില്ല. നേരെ നമ്മുടെ ഇന്ത്യൻ സ്വഭാവം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ സ്വഭാവം നമ്മളെടുത്തു. അവിടെ നിന്നൊരു ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് നാട്ടിലായിരുന്നു. അപ്പോൾ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചകളിലും പുറത്ത് പോയി ഫുഡ് അടിക്കുക. എല്ലാ ആഴ്ചയൊന്നുമല്ല, എപ്പോഴും തന്നെ പോയി പുറത്തുനിന്ന് ഫുഡ് അടിക്കുക. ഇതൊരു ഫുഡിനോടുള്ള ആക്രാന്തം കൊണ്ടായിരുന്നോ എന്നറിയില്ല. നമ്മൾ ഫ്രണ്ട്സ് എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമായിരുന്നു. നാട്ടിലൊരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പോയി ഫുഡ് കഴിച്ചില്ലെങ്കിൽ മനസ്സമാധാനമേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ പറയും അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ട് പോവുക. പഠിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും നമ്മൾ കോളേജിലെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പൈസ മേടിച്ച് വീട്ടിൽ നിന്ന് കള്ളത്തരത്തിലെടുക്കും. എന്നിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോകും. ഫുഡ് അടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമായിരുന്നു. അങ്ങനെ നമ്മളിത് എറണാകുളത്തും അതുപോലെ കോതമംഗലത്തും പറ്റുന്നിടത്തൊക്കെ നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. ഏത് മൂഡ്? ഫുഡ് മൂഡ്. അതുകൊണ്ട് എന്ത് പറ്റി? എനിക്ക് കൊളസ്ട്രോളും ഉണ്ട്. അതൊരു വലിയ സംഭവമാണ്. അങ്ങനെ നമ്മളിത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ കുറേ അധികം നടന്ന് നമ്മൾ കുറച്ച് ഷോപ്പുകളൊക്കെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൻ്റെ ഒപ്പം നമ്മൾ റേറ്റോടെ കൺസിഡർ ചെയ്യണം. കാരണം ചിലതിലടുത്തൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള റേറ്റുണ്ട്. ബട്ട് ചില ഔട്ട്ലെറ്റിലൊക്കെ നല്ല റീസണബിൾ റേറ്റിലും ഉണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മേടിക്കാനായിട്ട് പോകുന്ന രംഗങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ പല കടകളിൽ നിന്നാണ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി എല്ലാ കടയിലും കയറി ഇറങ്ങി തിന്ന് മരിക്കണം. ഐശ്വര്യ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ടിരിക്കുന്നു. നമുക്കിത് ഇത് നോക്ക്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഔട്ട്ലെറ്റിലെത്തി. ഫസ്റ്റ് തന്നെ നമ്മൾ ഡേസിയിലാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇന്ത്യൻ ഔട്ട്ലെറ്റാണിത്. അവിടെ നമ്മൾ ബിരിയാണിയാണ് മേടിച്ചത്. അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം എല്ലായിടത്തും ഓർഡർ ചെയ്തിട്ട് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് പോവുമായിരുന്നു. പിന്നീട് വന്നാണ് എല്ലായിടത്തും കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് മൈറ്റി ബേഡാണ്. മൈറ്റി ബേഡ് ക്രേവബിൾ ചിക്കൻ. നിങ്ങൾക്ക് എന്നെങ്കിലും ഈ യൂണിയൻ സ്റ്റേഷനിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പോയിട്ട് ഒരു ചീറ്റോസ് ബർഗർ മേടിക്കണം. ഞങ്ങൾ മേടിച്ചതിൽ ഏറ്റവും അടിപൊളി സാധനം ഈ ചീറ്റോസ് ബർഗർ ആയിരുന്നു.
ചീറ്റോസ് ബർഗർ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഷെയ്ക്ക് ആൻഡ് ഷാക്കിലേക്കാണ് പോയത്. അവിടെ നമ്മൾ തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്താൽ മതി. അവിടെ നമ്മൾ കുറച്ച് ചിക്കൻ നഗറ്റ്സും ചിക്കൻ വിങ്സൊക്കെയാണ് മേടിച്ചത്. പിന്നെ ഒരു ഷേക്കും മേടിച്ചെന്ന് തോന്നുന്നു. അതും വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാത്രം നമുക്ക് അപ്പോൾ തന്നെ ഓർഡർ ചെയ്ത സാധനം കിട്ടിയായിരുന്നു. സോ നമ്മളത് ഒന്ന് റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അത് റിസീവ് ചെയ്തിട്ട് നേരെ നമ്മുടെ ക്രേവബിൾ ചിക്കനിലേക്ക് പോയി, മൈറ്റി ബേഡിലേക്ക് പോയി ബർഗർ കളക്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളിത് അവിടെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു പുള്ളിക്കാരത്തിയുടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ചെറിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോയി നമ്മുടെ ഡേസിൽ പോയിട്ട് നേരെ ബിരിയാണി കളക്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മളൊരു എക്ഷൽ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നും ഒരു എഗ്ഗിൻ്റെ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ കളക്ട് ചെയ്ത് നമ്മൾ നേരെ കഴിക്കാൻ പോവുകയാണ്. നമുക്കിത് ഇത്ര സാധനങ്ങളായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാം ഒന്നിനൊന്ന് സെറ്റപ്പായിരുന്നു. എല്ലാവരുടെ എക്സ്പ്രഷനിൽ നിന്ന് ഏകദേശം മനസ്സിലാവും. നമ്മൾ ആ ചീറ്റസ് ബർഗറിൻ്റെ മാത്രം ഒരു ഫുൾ വീഡിയോ എടുത്തില്ല. ലൈക്ക് ആ ബർഗർ ഒന്ന് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റിയില്ല. അത് നമുക്ക് പറ്റിയൊരു ഫാൾട്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും ആസ്വദിച്ച് ബിരിയാണിയും അതുപോലെ എല്ലാം കഴിച്ച് ഈ കാണുന്ന സംഭവമായിരുന്നു നമ്മൾ ആ എഗ് ഷെല്ലെന്ന് പറയുന്ന എഗ്ഗിൻ്റെ ഒരു സാൻഡ്വിച്ച് മേടിച്ചത്. അത്യാവശ്യം ഒരു നൈസ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ അടിപൊളി രുചിയായിരുന്നു. അതിൻ്റെ ആ സൈഡിലിരിക്കുന്നതാണ് നമ്മുടെ ചീറ്റോസ് ബർഗർ. അതിൻ്റെ രുചിയായിരുന്നു ഒരു രക്ഷയില്ലാത്തിരുന്നത്. അങ്ങനെ നമ്മളത് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ തൂത്ത് വൃത്തിയാക്കി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? ടിം ടിം ടിം. നമ്മളിത് ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ടിമ്മിലെത്തിയേക്കുവാണ്. കാരണം കാട് ഉരച്ചരച്ച് തീരാറായി. അതുകൊണ്ട് ഇനി ടിമ്മിൽ നമുക്ക് പറ്റും. അങ്ങനെ നമ്മളിത് ടിമ്മിന്ന് 3 ഡ്രിങ്കും മേടിച്ച് നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ മാത്രം. നമുക്ക് CN ടവറും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിച്ചു CN ടവർ വരെ ഒന്ന് നടന്നു പോയിട്ട് പറ്റുമെങ്കിൽ CN ടവറിൻ്റെ ഉള്ളിലൂടെ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കുകയാണ്. അത്യാവശ്യം ഒരു നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സൺസെറ്റ് ആയിരുന്നു. ഒരു അടിപൊളി നൈസ് ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. കാരണം നമ്മുടെ സ്നോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു നൈസ് ക്ലൈമറ്റ് ആണ്. സ്നോ ഒക്കെ മാറി ചെറിയൊരു എന്താ പറയുക ഒരു സൺലൈറ്റ് ഒക്കെ വന്ന് ഒരു അത്യാവശ്യം തണുപ്പൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആണ്. പ്രത്യേകിച്ച് ഇനി എനിക്കൊന്നും പറയാനൊന്നുമില്ല ഇതിലൂടെ നടക്കുമ്പോൾ. കാരണം ഇനി നമ്മൾ ചുമ്മാ ഇതിൽ കൂടെ നടക്കുവാണ്. നമ്മൾ CN ടവറിലേക്ക് പോവുകയാണ് നടന്നിട്ട്. സോ ഞാൻ ഇനി CN ടവറിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ടൊരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്തായാലും CN ടവറിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ളൊരു നൈസ് വ്യൂവും കൂടെ അതിനകത്ത് ഷെയർ ചെയ്യാം. വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഒന്നും. അതുകൊണ്ട് ഞാൻ ഇനി ആവശ്യമുള്ളപ്പോൾ മാത്രം വോയിസ് ഓവർ പറയും. കാരണം എനിക്കിവിടെ പ്രത്യേകിച്ച് പറയാൻ കഥകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ഈ വീഡിയോ എടുത്തത് ഏകദേശം ഒരു മാസം മുന്നെയാണ്. അതിന് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഏകദേശം CN ടവറിൻ്റെ അടിഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു നല്ല പട്ടിക്കുട്ടി പോകുന്നുണ്ട് അതിൽ കൂടെ. ഇതാണ് നമ്മുടെ CN ടവർ. നമ്മൾ ആദ്യം ഒരു വഴി കയറിപ്പോയി. പക്ഷേ CN ടവറിൻ്റെ അങ്ങോട്ട് എത്തിയില്ല. കാരണം വഴി തെറ്റി. അങ്ങനെ നമ്മൾ നടന്നതേ ആ സാധനത്തിന്റെ അടിയിലെത്തിയിരിക്കുന്നു. എനിക്ക് അതിന്റെ പേര് കിട്ടിയില്ല. CN ടവർ. CN ടവറിന്റെ അടിയിലെത്തിയേക്കാണ്. നമുക്ക് ഇവിടെ വഴി നിന്ന് പോയതുകൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്ന് അതിലേ പോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ടൊറന്റോയുടെ മെയിൻ ഏരിയ. അത്യാവശ്യം ഇവിടെ നിന്ന് ഫുൾ വ്യൂ ഒന്നും കിട്ടത്തില്ല. പക്ഷെ എന്നാലും ഡൗൺ ടൗൺ കുറേയൊക്കെ നമുക്ക് ഇവിടെ നൈസായിട്ട് കാണാൻ പറ്റും. നമുക്ക് CN ടവറിന്റെ അകത്ത് കയറാം. ഞങ്ങൾ അതിനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. കയറാൻ പറ്റുവാണെങ്കിൽ അതിൽ നിന്നുള്ള വ്യൂ എല്ലാവരെയും കാണിക്കാം. CN ടവറിൻ്റെ ഉള്ളിൽ നമ്മൾ കയറാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയെങ്കിലും നമുക്ക് കയറാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ടിക്കറ്റ്സ് കിട്ടിയത് കുറച്ച് ലേറ്റാണ്. നമുക്ക് ഓൾറെഡി തിരിച്ചു പോകാൻ ട്രെയിൻ ഉള്ളത് കൊണ്ട് നമ്മളത് വേണ്ട വെച്ചു. നമ്മളിനി ഒരു നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും CN ടവറിൽ കയറാനും അതുപോലെ നമ്മുടെ 2 കൺട്രീസ് ഷൂട്ട് ചെയ്ത കുറേ ഭാഗങ്ങൾ ഈ CN ടവറിൻ്റെ ചുറ്റുപാട് ഏരിയയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. ചുമ്മാ ഒരു കമ്പാരിസൺ പോലെ ലൈക്ക് എടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് സബ് വേയിലും കൂടെ കയറിയിട്ടൊന്ന് അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് നേരെ യൂണിയൻ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം മുന്നെയാണ് ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും സ്നോ കാണുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ അത്യാവശ്യം സ്നോ ഒക്കെ മാറി ഒരു സ്പ്രിങ്ങിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയാണ്. അത്യാവശ്യം നൈറ്റ് ആയപ്പോൾ നൈറ്റിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇച്ചിരിയോടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഡൗൺ ടൗൺ. അത്യാവശ്യം നല്ല തിരക്കാണ്. ഇന്ന് ഒരു ഫ്രൈഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു 8 മണി 9 മണി 10 മണി ആകുമ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ വീടുകളിൽ കയറും. നമ്മുടെ നാട്ടിലെ പോലെ ഒരു നൈറ്റ് ലൈഫോ കാര്യങ്ങളൊന്നും ഇവിടെ ഒരിക്കലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു 10 മണി 11 മണി മാക്സിമം എല്ലാവരും എല്ലായിടത്തും കയറിയിട്ടുണ്ടാവും. തിരിച്ച് നമ്മൾ യൂണിയൻ സ്റ്റേഷനിൽ എത്തിയിട്ട് എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചീറ്റോസ് ബർഗർ ഒരെണ്ണൂടെ കഴിക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാ ഷോപ്പുകളും നേരത്തെ ക്ലോസ് ചെയ്യണുണ്ട്. ഓൾറെഡി ആ മൈറ്റി ബെഡ് എന്ന് പറഞ്ഞ ഷോപ്പ് അടച്ചിട്ടുണ്ടായി.
അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഷെയ്ക്ക് ആൻഡ് ഷാക്കിൽ വന്നിട്ട് ഒരു 5 ബർഗറും ഷെയ്ക്കും അതുപോലെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ മേടിച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ മാക്സിമം ഇന്നത്തെ ഡേ ഫുഡ് മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. സോ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. ഗൈസ് അങ്ങനെ നമ്മളിതൊക്കെ ടൊറൻഡോയിൽ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ട് ഫുഡും എല്ലാം കഴിച്ചിട്ട് നല്ല ടയർഡായിട്ട് ഇരിക്കുകയാണ്. നമുക്കുള്ള ട്രെയിൻ 9:34 വരിക. നമ്മളതിൻ്റെ ഒരു ഇൻഫോ ഒരു 18 മിനിറ്റ്സിലൊക്കെ അത് അപ്ഡേറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്ന പോലെ സെയിം അവസ്ഥയിൽ തന്നെ ഇരിക്കുക. സോ അത് കഴിഞ്ഞ് 9:34 ട്രെയിൻ വന്ന് നമ്മളൊരു 2 ഹവറിന് മിക്കവാറും കിഷണർ എത്തുമായിരിക്കും. 2 ഹവർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ. കാറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1 ഹവർ മതി. ഇത് നമുക്ക് ട്രെയിനിൽ ഇത്ര സമയം എടുക്കും. നമ്മൾ വേറെ ആരും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷയോടെ ട്രെയിനിൽ വെച്ച് കഴിക്കാനും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളിന്ന് മെയിനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഒരു പരിധി വരെ ഞങ്ങളത് എക്സ്പ്ലോർ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയും ഡെബിറ്റ് കാർഡിൻ്റെയും യൂസേജ് കൂടിയപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് ചവിട്ടി. അപ്പം ഇനി എന്നാണോ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും നൈസൊരു പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകുന്നൊരു ട്രിപ്പായിരുന്നു. എന്തുകൊണ്ടൊരു നൈസായിരുന്നു. ഇനി നമുക്ക് ട്രെയിനിൽ കയറി പോണ വഴിക്ക് ഇതൊക്കെ കുടിക്കുന്ന ഒരു ചെറിയൊരു ബിറ്റും കാണിച്ച് പിന്നെ നമുക്ക് കിച്ചണറിൽ ചെന്ന് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി ചെറിയൊരു ബിറ്റോടെ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് വായിക്കുകയാണ്. നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി മേടിച്ച ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനി 2 മണിക്കൂറിനൊക്കെ നമ്മൾ കിച്ചണറിലെത്തും. അപ്പോൾ അതോടുകൂടി നമ്മുടെ കിച്ചണർ ട്രിപ്പ് ടൊറൻഡോ കറങ്ങാൻ വന്ന ട്രിപ്പ്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ട്രിപ്പ് കഴിയുകയാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. ഇന്ന് ചുറ്റിനുള്ള എല്ലാവരും മയങ്ങാൻ തുടങ്ങുന്നു. ചിലർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, സാൻഡ്ര വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സാൻഡ്രനെ കാണിച്ചു തരാം. ഇന്ന് ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്ത് സഹായിച്ചത് സാൻഡ്ര, പിന്നെ ഐശ്വര്യ അവിടെ നോക്കുന്നുണ്ട്. ഐശ്വര്യമാണ്. സ്മൃതി ചാറ്റത്താ ഗൈസ്, എന്നെ നിങ്ങൾക്ക് കണ്ണാടി കാണാൻ പറ്റുന്നത്.